ഹലോ ഗൈസ്, എല്ലാവർക്കും നമസ്കാരം. എഗ്ഗ് റൈസ് റെസിപ്പി നോക്കാം. നമുക്ക് ആദ്യമായിട്ട് ചോറൊന്ന് റെഡിയാക്കി വെക്കണം. ശേഷം നമുക്ക് കുറച്ച് വെജിറ്റബിൾ അരിഞ്ഞെടുക്കാം. ഞാൻ ഇവിടെ ഒരു ക്യാരറ്റ്, ഒരു 5 ബീൻസ്, ഒരു ക്യാപ്സിക്കത്തിൻ്റെ പകുതി എടുത്തിട്ടുണ്ട്. പിന്നെ ഇഞ്ചി വെളുത്തുള്ളി ചോപ്പ് ചെയ്ത് 2 പച്ചമുളക് അരിഞ്ഞത്, 4 മുട്ട. ഇനി നമുക്ക് മുട്ടയൊന്ന് ബീറ്റ് ചെയ്ത് വെക്കാം. ശേഷം നമുക്കൊരു പാൻ അടുപ്പിൽ വെച്ച് കൊടുക്കാം. കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. ഒരു 4 സ്പൂണ് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്കൊരു 1/4 ടീസ്പൂണ് കടുകിട്ട് കൊടുക്കാം. കടുക് പൊട്ടിക്കഴിയുമ്പോൾ നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി ചോപ്പ് ചെയ്തിട്ട് കൊടുക്കാം. പച്ചമുളകും കൂടി ഇട്ട് കൊടുത്ത ശേഷം നന്നായി ഒന്ന് ഇളക്കി കൊടുക്കാം. ശേഷം നമുക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം. ഞാനിവിടെ 2 സവാള ചോപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്, അതും കൂടി ഇട്ട് കൊടുക്കാം. 2 മീഡിയം സവാളയാണ് എടുത്തിരിക്കുന്നത്. അടുത്തതായിട്ട് നമുക്ക് ക്യാരറ്റും ബീൻസും ഇട്ട് കൊടുക്കാം. നന്നായി ഒന്ന് ഇളക്കി കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. നന്നായി ഇളക്കി കൊടുക്കാം. ശേഷം നമുക്ക് ക്യാപ്സിക്കം ഇട്ട് കൊടുക്കാം. ഇനിയും പൊടികൾ ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ ഗരം മസാല, ഇത്രയും കൂടെ ചേർത്ത് കൊടുത്ത് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കാം. അടുത്തായി നമുക്ക് വേണ്ടത് 1/2 കപ്പ് വെള്ളം ഒഴിച്ച് 1/4 ടീസ്പൂൺ നാരങ്ങ നീര് ഒഴിച്ച് കൊടുക്കാം. വെള്ളമൊക്കെ 2 മിനിറ്റ് കൊണ്ട് നല്ലപോലെ വറ്റി വരും. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യണേ. വെള്ളമെല്ലാം വറ്റി എണ്ണയൊക്കെ നല്ലപോലെ തെളിഞ്ഞു വരുന്നുണ്ട്. നമുക്കിനി എഗ്ഗ് ഒഴിച്ച് കൊടുക്കാം. 10 സെക്കൻഡ് കഴിഞ്ഞ് മാത്രമേ ഇളക്കാവൂ. എഗ്ഗൊക്കെ നല്ലപോലെ വേകുന്നതിന് മുമ്പ് നമുക്ക് വെജിറ്റബിളുമായിട്ടെല്ലാം മിക്സ് ചെയ്ത് കൊടുക്കണം. ശേഷം നമുക്കിനി ചോറിട്ട് കൊടുക്കാം. 1 ടീസ്പൂണ് കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. നന്നായി ഇളക്കിയെടുക്കാം. ഇപ്പോൾ ഇവിടെ അടിപൊളി എഗ്ഗ് റൈസ് റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഇങ്ങനെ ട്രൈ ചെയ്ത് നോക്കുക. കമൻറ്റ് ചെയ്യണേ. ചോറ് വെച്ചപ്പോൾ ഞാൻ ഉപ്പിട്ട് വേവിച്ചതാണ്. നമ്മളതനുസരിച്ച് ഉപ്പിട്ട് കൊടുക്കുക.